കഞ്ചാവും ഡ്രഗ്സ് തന്നെയാണെന്നാ തോന്നുന്നത്. ഓരവിടെ ഇടക്കിടക്കൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അവസാന സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ബോഡികളെല്ലാം കണ്ടിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയതാണെന്നാ തോന്നുന്നത്. കുത്തേറ്റവരിൽ ഒരാൾക്ക് മാത്രമേ ജീവനുണ്ടായിരുന്നുള്ളൂ. അവന്റെ മൊഴി വല്ലതും എടുത്തോ? സോറി സാർ, അവനൊന്നും സംസാരിച്ചിട്ടില്ല. അവന്റെ നില അല്പം ക്രിട്ടിക്കലാണ്. സാർ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എൻ്റെ മോനെ പിടിച്ചകത്തിടാൻ. അവനിപ്പോൾ ജയിലിലാണെങ്കിൽ എൻ്റെ മോന് ഈ അവസ്ഥ വരില്ലായിരുന്നു സാർ. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ അവർ തമ്മിൽ തല്ലി കുത്തി ചത്തില്ല സാർ. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ കേട്ടി. ഒരാളുകൂടി ഉണ്ടല്ലോ ഹോസ്പിറ്റലില് ജീവനോടെ. അവന്റെ മൊഴി കൂടി എടുത്തിട്ട് നമുക്ക് തീരുമാനിക്കാം ആരാണ് കൊന്നത്, ആരാണ് കുത്തിയതെന്നെല്ലാം. ഒക്കെ നോക്കട്ടെ. ഹോ, ഇപ്പോഴത്തെ ഈ ഓരോരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ചങ്ക് പെട്ടയ്ക്കാ. എന്താ ഈ മക്കൾക്കൊക്കെ പറ്റുന്നാവോ? എന്ത് പറ്റാൻ? ചുരുക്കി പറഞ്ഞ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഈ മനുഷ്യന്മാരുടായിട്ടുള്ള ബന്ധമൊന്നുമില്ല. എല്ലാവരും മൊബൈലും അതിലുള്ള ചില ആപ്പുകളൊക്കെ ആയിട്ടാ ബന്ധം. അത് കേട്ടി പറഞ്ഞത് ശരിയാ. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ എന്തൊക്കെ കളിയായിരുന്നു. ചട്ടിയും പന്തും കുട്ടിയും കോലും, മഴ ആയാലും വെയിലായാലും ആ കാലൊക്കെ ഓർക്കുമ്പേ. പിന്നല്ല, നമ്മളെ സ്വന്തം പറമ്പിൽ എത്ര ചക്കയും മാങ്ങ ഉണ്ടെങ്കിലും നമ്മളെ രാഘവനായല്ലായിരുന്നോ മൂപ്പര പറമ്പിൽ പണ്ട് നമ്മള് മാങ്ങയും പറങ്ങിയാട്ടൊക്കെ എറിഞ്ഞിലിടലായിരുന്നു. അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു. അത് ശരിയാ. അവസാനം രാഘവനാർ നമ്മളെല്ലാരും ഇട്ട് ഓടിപ്പിക്കുന്ന ഒരു ഓട്ടം ഉണ്ട്. അതായിട്ട് ഇതിനിടയ്ക്ക് രാഘവനാരെ കണ്ട സമയത്ത് രാഘവനാർ പറഞ്ഞിരുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന രാഘവനാരായിരുന്നു. അത് ശരിയാ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളെ രാഘവനാർക്കേ എപ്പ വേണമെങ്കിലും നമ്മളൊക്കെ പിടിക്കായിരുന്നു. പക്ഷെ മൂപ്പര് പിടിച്ചില്ല. നമ്മളെക്കാളും ഇതൊക്കെ ഒരു കളിയായി കണ്ടത് മൂപ്പര് തന്നെയായിരുന്നു. നമുക്ക് പണ്ടത്തൊക്കെ ഓർക്കാൻ എന്തൊക്കെയുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾക്കോ എന്തോർക്കാൻ? അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ പുതിയ ആപ്പുകൾ വരുമ്പോൾ പഴയ ആപ്പൊക്കെ അവരങ്ങ് മറക്കും. പിന്നെ എന്ത് രക്തബന്ധം, എന്ത് സുഹൃത്ത് ബന്ധം. പിന്നെ ഇനി ഇങ്ങനെ പഴയ കാര്യങ്ങൾ നിങ്ങളോട് അയവർക്കിക്കൊണ്ടിരുന്നാലേ എനിക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തെ ചെന്നൈയിലെത്താൻ പറ്റില്ല. അല്ലടോ, കടയിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ നമുക്ക് പണിക്കാർ വിട്ടാ പോരെ? എന്തിനാ വെറുതെ മെനക്കെടുപ്പ് പോകാൻ നിൽക്കുന്നത്? നമ്മൾ പോകും പോലെ ആവോ ഈ പണിക്കാരൊക്കെ വിട്ടു കഴിഞ്ഞാല്? കസ്റ്റമേഴ്സ് വരുമ്പോഴേ സാധനമൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കണം, എന്നാൽ അവരെ കണ്ടുപിടിക്കത്തുള്ളൂ. എടാ, എന്നാ പിന്നെ നിന്റെ മോൻ റീനുവിനെ പിടിച്ച കടയിലാക്ക്. അവൻ വെറുതെ ഇരിക്കല്ലേ? അവനിപ്പോ ഏതോ ഒരു കോഴ്സും കഴിഞ്ഞിട്ടിരിക്കുക. അതും കഴിഞ്ഞ് യൂറോപ്പിലേക്കോ മറ്റോ പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആറ്റുനോട്ട് കിട്ടിയ ഒരു മോനല്ലേ. മക്കൾക്ക് വേണ്ടിയല്ലടാ നമ്മളെല്ലാരും ജീവിക്കണേ. എന്നാ ശരിടാ, കാണാം. വലൈക്കും സലാം.
ചെക്കന്മാർക്കൊന്നും വീട്ടിൽ പോകാൻ കിടന്നുറങ്ങാനൊന്നായില്ലേ? കഷ്ടം. എന്തേലാട്ടെ. കേട്ടീന്റെ മോനല്ലത്. അയ്യോ രാജൻ, ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന്. നിനക്കെന്താണ് ഈ സമയത്ത് ഇവിടെ കാര്യം? അത് പിന്നെ രാജ, നിനക്കെന്താ വീട്ടിൽ പോകാൻ സമയമായില്ലേ? വീട്ടിൽ പോവായിരുന്നു. അപ്പൊ ഇവരെ കണ്ടപ്പോ ഒന്ന് കേറിയതാ. ഇവരെ കണ്ടപ്പോ നീ നിന്നെ ഇവിടെ കയറുന്നത്? നീ നിന്റെ പ്രായത്തിനടുത്തവരുടെ കൂടെ കൂടിയാ മതി, മനസ്സിലായോ? ഇനി അങ്ങ നിന്നെ അവരുടെ കൂടെ കണ്ട നിന്റെ ഉപ്പാനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. ചെല്, വേഗം വിട്ട് ചെല്. തിരിഞ്ഞു കളിക്കാതെ വീട്ടിൽ പോ നോക്കടാ. അല്ല പിന്നെ ഓടാ അവിടുന്ന്. എക്സ്ക്ലൂസീവ് തത്സമയ പ്രതികരണത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ നടക്കിയ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാന്റെ പിതാവ് 24 മനസ്സ് തുറക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഷഫീദ് റാവുത്തറിനൊപ്പം അഫാന്റെ പിതാവ് അബ്ദുൾ ചേരുകയാണ്. ഓവർ ടു ഷഫീദ്. നമസ്കാരം. എന്തുകൊണ്ടാണ് ഒരു അഭിമുഖം, അതും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം കഴിഞ്ഞു, പ്രതിസ്ഥാനത്തുള്ളത് അഫാനാണ്? ഇതാര്? റിനുട്ടനോ? എന്തേ മോനെ രാവിലെ തന്നെ? വാ കേറിയിരിക്കേ. ഞാനിവിടെ കേറിയിരിക്കാൻ വന്നതൊന്നല്ല, പിന്നെ രാവിലെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. പിന്നെ വേണ്ടെന്ന് വെച്ചു. എന്റെ റിനുട്ട, എനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നൂടെ? ഇത് എന്റെ കൂടി വീടല്ലടാ. റിനൂട്ടൻ, ഇനി മേലാൻ അങ്ങനെ വിളിച്ചു പോരുത്. ആ പ്രായമൊക്കെ അങ്ങ് കഴിഞ്ഞു. ഏത് പ്രായം കഴിഞ്ഞാലും ഞങ്ങൾക്ക് നീ എപ്പോഴും റിനുട്ടൻ തന്നെയാ. അങ്ങനെ കാണാൻ പറ്റൂ ഞങ്ങൾക്ക്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്നലെ എന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കി വലിയ സ്റ്റാർ ആയില്ലേ. ഇനി മേലാൽ അങ്ങനെ ഉണ്ടായോ? മോനെ നിർത്തിക്കോ. പിന്നെ എന്റെ കാര്യം നോക്കാനുള്ള പ്രായമൊക്കെ എനിക്ക് ആയിട്ടുണ്ട്. രാജച്ചാന്ന് വിളിച്ച നാവിനെ കൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. പോട്ടെ മോനെ. മോനെന്നലെ രാജച്ച സംസാരിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രാജച്ച ഇനി അങ്ങനൊന്നും സംസാരിക്കില്ല കേട്ടോ റിനുട്ട. റിനൂട്ടൻ റിനൂട്ടൻ റിനൂട്ടൻ, ഞാൻ റിനീഷ്. എന്റെ പേര് റിനീഷിനാണ്. അങ്ങനെ വിളിച്ചാ മതി, അങ്ങനെ വിളിക്കാവൂ. പിന്നെ ഇന്നിവിടെ നടന്നതൊന്നും ഉപ്പാനെ വിളിച്ച് പൊലമ്പാൻ നിൽക്കണ്ട. ഒന്ന് ഓർത്താ നല്ലത്, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ കുറെ ആളുണ്ട് കേട്ടാ. എല്ലാരും ഓർത്തോ. അല്ലതാരും ബിബിയോ? അല്ല മോനെ, ഈ രാവിലെ തന്നെ തുടങ്ങിയില്ലേ? അത് പിന്നെ ഇന്നലെ രാജീവ് ദുബായിന്ന് വന്നല്ലോ, ഓൻ കൊണ്ടുവന്ന സാധനത്തിന് കുറച്ച്. അത് പിന്നെ കള്ളുടിയമാർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ലല്ലോ. അല്ലടോ, ഓൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നില്ലെങ്കിലും ഈ കുടിക്കൂലായിരുന്നു. അത് പിന്നെ രാജ, രണ്ടെണ്ണം വിടാതെ പുറേ പോകാൻ പറ്റില്ലടോ. പെണ്ണുങ്ങൾ കണക്കാ, ചെക്കനും കണക്കാ. ആ, എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ. ഓന് വലിയ കുഴപ്പമൊന്നുമില്ലടോ, നല്ല മോനാ. പക്ഷേ നമ്മളെ കേട്ടീൻ്റെ മോനല്ലേ റീനുട്ട, ഓൻ്റെ കാര്യം വലിയ അബദ്ധാ. ഓൻ്റെ സ്വഭാവമൊക്കെ ആകെ അങ്ങ് മാറി. എന്താടാ, എന്താ ഉണ്ടായത്? കേട്ടിടത്തോളം സംഗതി വളരെ കുഴപ്പമാണല്ലോ രാജ. ഇത് കേട്ടി വന്നിട്ട് എന്തായാലും അവനോട് പറയണോ? അതൊന്നും വേണ്ടടാ, നമുക്ക് 3 പേർക്കും പോയിട്ട് അവനോടൊന്ന് സംസാരിക്കാം. ബേബി പറഞ്ഞ പോലെ നമുക്ക് പോയി അവനെ കാണാം. വാ.
ആ ഷടാ വാരശോട്ടാ ഓക്കെ. വിനു അപ്പൊ ഇതല്ലേ നിന്റെ പരിപാടി? ഇതിനല്ലേ നീ ഇവരുടെ കൂടെ കൂടിയത്? ഞാൻ പറഞ്ഞതാ എന്റെ കേസിൽ ആരും ഇടപെടാൻ നിൽക്കണ്ടെന്ന്. നിന്റെ കാര്യത്തിൽ ഞങ്ങളല്ലാണ്ട പിന്നെ ആരാണ്ട് ഇടപെടുക? ഈ നാട്ടിൽ നടക്കുന്ന സംഭവം ഒന്നും നീ അറിയുന്നില്ലേ? ഇങ്ങനെയുള്ള MDMA കഞ്ചാവൊക്കെ വലിച്ചു കയറ്റിയിട്ട് അച്ഛൻ ആരാ അമ്മ ആരാന്ന് അറിയാതെ വെട്ടിക്കൊല്ലുക എല്ലാരെയും. നിന്റെ മോൻ റിജു അല്ലത്? എടാ റിജു, കഴിവേറി ഇവിടെ വേടാ. അച്ഛനെ ഉപദേശിക്കാൻ നിൽക്കണ്ട. അറിയാലോ അച്ഛനെ, ആദ്യം അച്ഛൻ നന്നാവ്, എന്നിട്ട് മതി എനിക്കിട്ടുണ്ടാക്കല്. ഓ അപ്പോ ഇവരെ കൂടെ കൂടി നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് വലുതായി അല്ലേ? ഒരു കാര്യം മനസ്സിലാക്കി രണ്ടും, ഇനി എങ്ങാ നിങ്ങൾ ഇവരെ കൂടെ കണ്ട നിന്റെ ഒപ്പം കേട്ടിയോ ദാ ഈ നിൽക്കുന്ന വിബിയോ ഞാനോ ആയിരിക്കില്ല നിങ്ങളോട് സംസാരിക്കുക. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും ഞാൻ, മനസ്സിലാടാ? പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോടാ. കഴിവേറുടെ മോനെ. നമുക്ക് ഈ മക്കളെങ്ങനെ കേടാക്കുന്നതിനുള്ള പണി നിങ്ങൾക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അപ്പൊ കാണാം. രാജാ, നീ പറയും പോലെ ഒന്നല്ല സംഗതിയുടെ കിടപ്പ്. ഈ സംഭവം നമ്മൾ കേട്ടിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളായി നമ്മൾ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. എടാ ഇങ്ങക്ക് അറിയാവുന്നല്ലേ കേട്ടീനെ, ആറ്റുനോറ്റുണ്ടായൊരു കുട്ടിയാ. ഓന്റെ ഭാര്യ മരിച്ചിട്ടും ഓൻ വേറെ പെണ്ണ് കെട്ടാത്ത എന്താ? ഓന് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നല്ല. ഈ കഥകളൊക്കെ അറിഞ്ഞാ ഓനത് സഹിക്കാൻ പറ്റൂല. രാജാ, ഇങ്ങനെ പോയാൽ നമ്മുടെ കേട്ടിയുടെ മരണം അവൻ്റെ കൈകൊണ്ടായിരിക്കും. അതെ, കേട്ടിയുടെ മാത്രമല്ല എൻ്റെയും. എടാ ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നൊക്കെ പറഞ്ഞപ്പോ ചെക്കന്മാരെ ചെറുതായിട്ടൊന്ന് വരണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടതല്ലേ, എനിക്ക് ഉറപ്പാ ഇനി ഓരോരോ കൂടെ പോവില്ല. എന്തായാലും ഒരു നമ്മളെ മക്കളല്ലടാ, ഓർക്ക് ചെറിയൊരു തെറ്റ് പറ്റി പോയതാ. ഇനി മേലാലേ ദാ നീയും വീട്ടിൽ കള്ളുടിച്ചോണ്ട് പോരുത്തട്ടോ. കടയിലെ കാര്യം മറ്റുമൊക്കെ നോക്കിയിട്ട് നമ്മളെ കേട്ടിക്കും ഓന്റെ മോനെ ശരിക്കും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതിന്റെ ഒരു ഇതിൽ പറ്റിയത് അതൊക്കെ. ആ പിന്നെ എനിക്ക് പോയിട്ട് ചെറിയ ഒന്ന് രണ്ട് തിരക്കുണ്ട്. റിയാസേ, നീ പറഞ്ഞതുപോലെ ഇതത്ര നിസ്സാര കാര്യമല്ല. നമ്മൾ ആരും ഉപദേശിച്ചതുകൊണ്ടോ അവർ നന്നാവനും പോകുന്നില്ല. പിന്നെ ആരെ കൊണ്ട് ഉപദേശിക്കണം നീ പറയുന്നത്? പോലീസിനെ കൊണ്ട്. പോലീസോ? സ്വന്തം മോനെ പോലീസ് കൊണ്ട് പിടിപ്പിക്കാനോ? അല്ലാതെ രാജൻ പറഞ്ഞതുപോലെ ഇവരിപ്പോ നേരെയാകുന്ന എനക്കുറപ്പുണ്ടോ? അത് പിന്നെ ഇല്ല. നമ്മൾ ദിവസം ദിവസം കാണുന്നതല്ലേ നമ്മുടെ ഈ നാടിന്റെ അവസ്ഥ. എന്നെ അറിയുന്ന ഒരു എസ് ഐ ഉണ്ട്, അവനതിലിടപെട്ട എല്ലാം ശരിയാവും. പിന്നെ കേസൊന്നും ആവേയില്ല, ഒന്ന് പീഡിപ്പിച്ചു വിടുക, അത്രേ ഉള്ളൂ. അത് പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ വിളിക്ക്. പറഞ്ഞല്ലോ, ഒരു തുള്ളി സാധനം ഇനി ഞങ്ങളടുത്ത് കിട്ടില്ല. നിങ്ങൾ കാരണത്താലാണ് വിനീത് ഹനീഫ് ഇപ്പൊ ജയിലിലായത്. നിങ്ങളുടെ അച്ഛന്മാരുടെ ആ കൂട്ടുകാരല്ലേ രാജൻ, അവനാ പിടിപ്പിച്ച്. അയ്യോ, രാജൻ ചെയ്യത്തില്ല. രാജൻ ചെയ്യത്തില്ല. നിങ്ങളുടെ മുമ്പിൽ നടാ രാജൻ പോലീസിനോട് പിടിപ്പിക്കുന്നു പറഞ്ഞ്, എന്നിട്ട് രാജൻ ചെയ്യത്തില്ല എന്ന്. സാധനമൊക്കെ ഞങ്ങൾ തരാം, പക്ഷെ അതിനു മുമ്പ് രാജനും നോക്കി കണ്ടിട്ട് വാ. അതെ, വെറുതെ അങ്ങ് കണ്ടുവന്നാ പോരാ, അറിയാലോ അല്ലേ? പഞ്ചായത്തിൽ എത്ര തവണ പറഞ്ഞതാ ആ
വഴിയൊന്ന് ശരിയാക്കി തരാൻ. ഇപ്പോ ഒരു ജീവൻ അങ്ങ് പോയി, അതും നമ്മുടെ രാജൻ. ഒന്ന് കാല് തടഞ്ഞു വീണതേ ഉള്ളൂ, ആളങ്ങ് പോയി. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ സ്ഥിതി. അല്ലേ അല്ലേ ബിബി? അതിന് ആര് പറഞ്ഞ് കാല് തടഞ്ഞു വീണാന്ന്? എന്ത്? അതിന് ആരാ പറഞ്ഞത് കാല് തടഞ്ഞു വീണാന്ന്? പിന്നെന്താ സംഭവിച്ചേ? പറയ്, പിന്നെന്താ സംഭവിച്ചെന്ന് ഒന്ന് തുറന്നു പറയടാ. എന്താ സംഭവിച്ചെന്ന്? കൊന്നതാടാ നിന്റെ മകനും എന്റെ മകനും കൂടിയിട്ട്. വെറുതെ അങ്ങ് കണ്ടുവന്നാ പോരാ, അറിയാലോ. ഇതാര് മോനോ? കാര്യങ്ങളൊക്കെ അറിഞ്ഞേ, നാളെ നിന്റെ ഒപ്പം വരുന്നുണ്ട്. അനക്കുള്ള പാന്റ് ഷൂ കൊണ്ടൊക്കെ മുപ്പര് വരുന്നത്. ലുലു മാളിന്ന് വാങ്ങി. കല്ല് വാങ്ങണം. ഏതായാലും കേട്ടി നാളെ വരികയല്ലേ? അല്ലേ റിജു, നമ്മള് രാജനപ്പം അങ്ങോട്ട് പോയില്ലേ? നമ്മളെ രാജൻ എന്തെങ്കിലും വാടാ. രാജാ, എടാ രാജ, അവരെന്താ ചെയ്തേ? എന്താ പറ്റി? എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞാനേ കല്ല് തടഞ്ഞൊന്ന് വീണതാ. അപ്പോ ചെറുതായിട്ട് കല്ലിന് തലേന്ന് അടിച്ചു പോയതാ. നീ ഒന്നും പറയണ്ട, അവര് പറഞ്ഞ ഓടി പോണ ഞങ്ങള് കണ്ടതാ. ഒന്നുമില്ല എനിക്ക്. ഹോസ്പിറ്റലൊന്നും പോണ്ടടാ. എനിക്കൊന്ന് വീട്ടിൽ പോയാ മതി. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? മരിച്ച രാജൻ എന്നാളുടെ മരണപൊടി രേഖപ്പെടുത്തിയതേ അയാൾ കാല് തെറ്റി വീണപ്പോ കല്ല് തലക്കടിച്ചെന്നാ. പോലീസിനും കോടതിക്കും വേണ്ടതേ തെളിവുകളും സാക്ഷികളുമാണ്. സാർ, എന്റെ മകൻ അവിടെ നിന്ന് ഓടിപ്പോന്ന് ഞാൻ കണ്ടതാ. നിന്റെ മകൻ മാത്രമായിരുന്നോ അതോ ഇയാളുടെ മകനും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. എന്നാ ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങളേതായാലും ഇപ്പൊ പോയിക്കോ. ശരി സാർ, ഞാൻ വിളിക്കാം. ആ ഇരിക്ക്. കേസുപരമായിട്ടേ ഒരു സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ടാ ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. നിങ്ങളെ മക്കളെ രണ്ടുപേരെയും ഞാൻ ചോദ്യം ചെയ്തു. നിങ്ങൾ പറഞ്ഞ പോലെ അവര് രണ്ടുപേരും അപ്പ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് അവരെന്താ പറഞ്ഞു സാർ? അവരവരുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ അവിടെ ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടെന്നും അതവരുടെ രാജച്ഛനാണെന്ന് അറിയില്ലായിരുന്നെന്നും പിന്നെ വീട്ടിൽ നേരം വൈകി വന്നിട്ടുണ്ടെങ്കിലേ അച്ഛൻ ചീത്ത പറയുന്നു, അതുകൊണ്ടാണ് ഓടിപ്പോയതെന്ന്. സർ, അതവർ കള്ളം പറയാ സർ. അവരുടെ ആ കൂട്ടുകാരോടും സംസാരിച്ചു. അപ്പോ അവനും പറഞ്ഞത് ഇവർ രണ്ടുപേരും അപ്പോ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നാണ്. സാർ, അവന്മാരുടെ കൂട്ടുകാർ അവരെങ്ങനെ ആക്കുന്നത്? മതി, നിർത്ത്. അവരുടെ കൂട്ടുകാരല്ല, അച്ഛനമ്മമാരാണ് കുട്ടികളെ വഴി പഠിപ്പിക്കുന്നത്. ആദ്യം കുട്ടികളെ മര്യാദയ്ക്ക് വളർത്താൻ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, കോടതിക്കും പോലീസിനും ഒക്കെ വേണ്ടതേ തെളിവാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. രാജന്റെ മരണമൊഴി. പിന്നെ സ്വന്തം അച്ഛന്മാര് മക്കളെ ജയിലിലേക്ക് അയക്കാൻ ഇത്രയും അധികം ഉത്സാഹം കാണിക്കുന്ന എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ
നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെ മക്കള് തെറ്റായ മാർഗത്തിലൂടെ MDMA-യും കഞ്ചാവും ഒക്കെ ആയി നടക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ തല്ലിച്ചാവും. ഇവരെ പോലുള്ളവരുടെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് പോവാൻ സമയായി. പപ്പാ നിങ്ങൾ ചെല്ല്. ആ ചെല്ല്. പപ്പാ ആ എവിടേക്കാ മോനെ? ഞാൻ ഫ്രണ്ട്സിനോട് ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താ സാർ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ പോയിക്കോ. എന്താ മക്കളെ, ഞങ്ങളെ രാജൻ എല്ലാവരും കൂടി ചേർന്ന് തല്ലിക്കൊന്നിട്ട് പോലീസൊന്നും പിടിച്ചില്ല എന്നുള്ളതിൽ ആഘോഷിക്കായിരിക്കും എല്ലാവരും അല്ലേ? എന്റെ പൊന്നുപ്പ, ഞാൻ അപ്പോളെ രാജനോട് പറഞ്ഞ എന്റെ കേസിൽ എന്നോടാ നിക്കണ്ട. നിർത്തടാ ഉപ്പ രാജച്ചൻ, നിന്റെ നാവ് കൊണ്ട് എനിക്ക് വാക്കുച്ചരിച്ച് പോരുത്. അതിന് നീ ഇനി ഈ ദുനിയാവിൽ ഉണ്ടാവില്ലടാ. കണ്ട MDMA-യും കഞ്ചാവും വലിച്ചു കയറ്റി നിങ്ങളെ അർമാദിക്കുന്ന ഈ സ്വർഗം ഉണ്ടല്ലോ, പല ജീവിതങ്ങളെയും നരകത്തിലേക്ക് ആക്കിയിട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഇനി യഥാർത്ഥ നരകത്തിന്റെ സുഖം അനുഭവിക്കണം. നിങ്ങളെല്ലാവരെയും കൊന്ന് പോലീസിൽ പോയി കീഴടങ്ങാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഞങ്ങൾ ആ തീരുമാനം അങ്ങ് മാറ്റി. ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഇനിയും കാണാനുണ്ട്. അതിനൊരു വഴിയൊരുക്കി തന്നത് നിന്റെ പപ്പയാ. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ എവിടെയെങ്കിലും തമ്മിൽ കുത്തിച്ചാവും. അപ്പൊ അതങ്ങനെ തന്നെ കിടക്കട്ടെ. നിങ്ങൾ തമ്മിൽ അങ്ങനെ കുത്തി അങ്ങ് മരിച്ചു. കേസ് ക്ലോസ്. പോലീസിനും കോടതിക്കും വേണ്ടത് തെളിവും സാക്ഷിയല്ലേ? റിയാസേ, റെഡിയല്ലേ? ഓക്കെ, എവറിത്തിങ് ഈസ് ക്ലിയർ. ദുനിയാവിലെ ഒരുപാട് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഉപ്പാക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ഈ ഉപ്പാനോട് പൊറുക്കുമോന്. നമ്മുടെ CA സാറ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അറിയാം അവിടെ കിടക്കുന്നത് അയാളുടെ മകനാണെന്ന്, അല്ലേ? നമ്മുടെ CI സാർ അവിടെ എത്തുമ്പോഴേക്കും അവിടെ കിടക്കുന്നവന്റെ ജീവൻ പോയിരിക്കും. അതുറപ്പാ. ഫോൺ. CI സാറാ. ഹലോ സാർ. ആണോ? കോടതിക്കും പോലീസിനും വേണ്ടത് തെളിവല്ലേ സാറേ? സാർ ആദ്യം അതൊക്കെ ഒന്ന് ശരിയാക്കും. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.